നമസ്കാരം പ്രിയപ്പെട്ടവരെ, SSLC റിസൾട്ട് വന്ന് എല്ലാവരും നെട്ടോട്ടമാണ്. രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും എല്ലാം എന്തിനു വേണ്ടിയാണ്? എല്ലാവർക്കും +1 സയൻസ് അഡ്മിഷൻ വേണം. എന്നാൽ എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ ഗവൺമെൻറ് സ്കൂളുകൾക്കോ മാനേജ്മെൻറ്റ് സ്കൂളുകൾക്കോ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? എന്തെങ്കിലും പരിഹാരമുണ്ടോ സാറേ? പരിഹാരമുണ്ട്. ഗവൺമെൻറ് സ്കൂളിലും മാനേജ്മെൻറ്റ് സ്കൂളിലും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും സയൻസ് പഠിക്കണമെന്ന് ആഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാക്കുന്നതിന് വേണ്ടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓപ്പൺ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത്തരം ഓപ്പൺ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠന സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ പ്രദേശത്ത് ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ നാടിന് അനുഗ്രഹമായി എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കരുനാഗപ്പള്ളിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സയൻസ് ബാച്ചിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ ഇനി അങ്കലാപ്പിലാകണ്ട. ആന്തലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ ക്യാമ്പസ്. ഈ ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സയൻസ് കോഴ്സിനോടൊപ്പം തന്നെ എൻട്രൻസ് എക്സാമിനേഷനുള്ള കോച്ചിങ്ങും ലഭിക്കുന്നു. +1 സയൻസ് ബാച്ച് മാത്രമല്ല, ഹ്യൂമാനിറ്റീസും ഉണ്ട്. മികച്ച വിദ്യാഭ്യാസ പരിശീലനം, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുള്ള ഹോസ്റ്റൽ സംവിധാനം. ഒരു പതിറ്റാണ്ട് കാലമായി കരുനാഗപ്പള്ളിയിൽ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആന്തലസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ 100-ലധികം വിദ്യാർത്ഥികളെ നീറ്റ് ആൻഡ് ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുവാൻ പ്രാപ്തമാക്കി മികച്ച വിജയം നേടിക്കൊടുത്ത ആലപ്പുഴ, കായംകുളം, മാവേലിക്കര എന്നിവിടങ്ങളിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന ടെസ്ല അക്കാഡമിയും സംയുക്തമായിട്ടാണ് കരുനാഗപ്പള്ളിയിൽ പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കരുനാഗപ്പള്ളി ചിറ്റുമൂലയ്ക്ക് കിഴക്കുവശം പ്രവർത്തിക്കുന്ന തെങ്ങ് ഗവേഷണ കേന്ദ്രത്തിന് കിഴക്കുവശമായാണ് വനിതകൾക്ക് മാത്രമുള്ള ഈ പഠന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത്. 2 ഏക്കർ ചുറ്റളവുള്ള ഈ പഠന കേന്ദ്രം കോളേജ് ക്യാമ്പസിൻ്റെ അന്തരീക്ഷം ഉളവാക്കുന്നു. കായിക വിനോദങ്ങൾക്ക് പ്രത്യേക പരിഗണന, 26 കിലോമീറ്റർ ബസ് സർവീസ്, കൂടാതെ ഖുർആൻ തർബിയത്ത് പഠിക്കുവാനുള്ള പ്രത്യേക അവസരവും. ഇതെല്ലാം ഈ പഠന കേന്ദ്രത്തിൻ്റെ പ്രത്യേകതകളാണ്. ഈ ക്യാമ്പസിൻ്റെ മറ്റൊരു പ്രത്യേകത +2 സയൻസ് ബാച്ചിനോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ക്ലാസ് നയിക്കുന്ന പ്രിയപ്പെട്ട നൗഫൽ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാറേ. നമസ്കാരം. ഈ സയൻസ് ബാച്ചിനോടൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് കൊടുക്കാനുള്ള ഉദ്ദേശം എന്താണ്? നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ +2 കഴിയുമ്പോൾ കുട്ടികളെ ഏകദേശം 29ഓളം എൻട്രൻസ് പരീക്ഷകൾ എഴുതാൻ പ്രാപ്തരാക്കിയെടുക്കുക. ഇപ്പം നമ്മൾ നോർമലി ഇങ്ങനെ അല്ലാതെ +2 പഠിച്ചാൽ ഇവർ +2 കഴിഞ്ഞിട്ട് 2-3 വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നീറ്റ്, JEE തുടങ്ങിയ പരീക്ഷകൾക്കെല്ലാം കുട്ടികൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ഇൻ്റഗ്രേറ്റഡ് ക്യാമ്പസാണ്. അപ്പോൾ നമ്മൾ +2 സയൻസിനൊപ്പം തന്നെ കൃത്യമായ എൻട്രൻസ് പരീക്ഷയിലൂടെ കൊടുക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ അവർക്ക് ഈ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ മെറിറ്റ് അഡ്മിഷൻ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മളതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ +1 ഓപ്പൺ രജിസ്ട്രേഷൻ അത് പൊതുവെ ആളുകളുടെ ഇടയിലുള്ളൊരു സംശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന അതേ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഉണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ബോർഡിന് ഒരു സർട്ടിഫിക്കറ്റേ ഉള്ളൂ, ഒരു സർട്ടിഫിക്കറ്റേ ഉള്ളൂ. കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി ബോർഡ് DHSC ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒറ്റ സർട്ടിഫിക്കറ്റേ ഉള്ളൂ. പരീക്ഷ നടത്തുന്നതും മറ്റു കാര്യങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. ഓപ്പൺ സ്കൂൾ എന്ന് പറയുന്നത് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് കൂടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അതായത് ഹയർ സെക്കൻഡറി 2 സ്ട്രീമിൽ റെഗുലർ സ്കൂളിൽ പഠിക്കുന്ന പോലെ തന്നെ സ്കൂൾ കേരള എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലൂടെയാണ് നമ്മൾ +2 കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചുകൂടെ ഫ്രീഡം, മീൻസ് ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ട്രെയിൻ ചെയ്യാനുള്ള സമയം കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രത്യേകത. ബാക്കി എല്ലാ കാര്യങ്ങളും DHSCയുടെ സെയിം സർട്ടിഫിക്കറ്റും പ്രാക്ടിക്കൽസും പരീക്ഷയൊക്കെ നമ്മൾ തൊട്ടടുത്ത് നമുക്കൊരു നോഡൽ സ്കൂളുണ്ടാവും. ആ സ്കൂളിൽ വെച്ചിട്ടാണ് ഇവരുടെ എക്സാമും പ്രാക്ടിക്കലും ഒക്കെ നടക്കുന്നത്. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്, 2 സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള അതേ വാല്യൂ ഈ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും മറ്റ് തൊഴിൽ മേഖലകളിലൊന്നും ഒരു പ്രശ്നവും ഇത് ബാധിക്കത്തില്ല. തീർച്ചയായിട്ടും. കാരണം ഇത് മറ്റ് 2 സർട്ടിഫിക്കറ്റ് അല്ലല്ലോ, 2 പേർക്കും കിട്ടുന്ന ഒരേ സർട്ടിഫിക്കറ്റ് തന്നെ. കാരണം കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ പരീക്ഷ തന്നെയാണ് നമ്മൾ എഴുതുന്നത്, ഇവരും എഴുതുന്ന സെയിം പരീക്ഷ തന്നെ. പഠിക്കുന്ന സ്കൂൾ ഡിഫറൻ്റ് ആണെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ ലാബ് സംവിധാനമൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ഇവർക്ക് +1 കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലാണ് പ്രാക്ടിക്കൽ സൗകര്യങ്ങളൊക്കെ വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ലാബ് സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ ഇവർ നോഡൽ സ്കൂളിൽ ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇവർക്കൊരു കോൺട്രാക്ട് ക്ലാസ് ഉണ്ട്. ആ നോഡൽ സ്കൂളിലും പ്രാക്ടിക്കൽ കൊടുക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ 2 സ്ഥലത്തും ഉണ്ട്, നമ്മുടെ ക്യാമ്പസിലും ഉണ്ട്, അതുപോലെ തന്നെ
നോഡൽ സ്കൂളിലും പ്രാക്ടിക്കലി ചെയ്യുന്നു. ഇപ്പോൾ ഇത് പുതിയ ബാച്ചാണല്ലേ? ഇത് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുകയാണ്. ഈഗർ എന്ന് പറയുന്നത് നമ്മുടെ പുതിയൊരു സംരംഭമാണ്. അപ്പോൾ നമ്മൾ +1 ആദ്യമായിട്ട് തുടങ്ങുകയാണ് ഇവിടെ, ഫസ്റ്റ് ബാച്ചാണ്. അപ്പോൾ ഇസ്ലാമിക ലേഡീസ് ക്യാമ്പ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടു. മുസ്ലിം കുട്ടികൾക്കും അല്ലാതെ ആർക്കും രജിസ്റ്റർ ചെയ്യും? ഇവിടെ എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും പഠിക്കാം. മുസ്ലിം കുട്ടികൾക്ക് നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് രാവിലെ നമ്മളൊരു അവരുടെ ധാർമ്മികമായിട്ടുള്ളൊരു ക്ലാസ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് 8:30 മുതലാണ് നമ്മുടെ ബാക്കി റെഗുലർ ക്ലാസ്സുകൾ നടക്കുന്നത്. ഇത് മുൻകാലങ്ങളിൽ ഇതിന് വേണ്ട പ്രചാരം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത്തരം ക്യാമ്പസുകൾ കുറഞ്ഞു പോയത്. ആയിരിക്കാം. അത് ഓപ്പൺ രജിസ്ട്രേഷന്റെ സാധ്യത ജനങ്ങൾ ഈ തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ്. ഓപ്പൺ രജിസ്ട്രേഷന്റെ സാധ്യത ആളുകൾ മനസ്സിലാക്കിയില്ല. റിസൾട്ട് വന്നു ഇപ്പോഴേ ഓരോ ഗവൺമെൻറ് സ്കൂളിലും അഡ്മിഷന് വേണ്ടി രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും നെട്ടോട്ടം ഓടുന്ന ഒരു അവസ്ഥയാണ്. ഇത്തരം അവസരങ്ങളുണ്ടെങ്കിൽ അത്തരം നെട്ടോട്ടത്തിൻ്റെ ആവശ്യമില്ല. അത് അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതിലേക്ക് കൂടുതലായിട്ട് സെലക്ട് ചെയ്ത് വരുന്നത് എൻട്രൻസ് പരിശീലനം ആഗ്രഹിക്കുന്നവർ കൂടുതലായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റെഗുലർ സ്കൂളിൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടാതെ വരുന്നവർ സാധാരണ നോർമൽ സയൻസ് ബാച്ചിൽ നമ്മുടെയൊക്കെ വരുന്നുണ്ട്. സ്കൂളിൽ കിട്ടാത്തവർക്കൊരു മറ്റൊരു പ്രത്യേകത എനിക്ക് കാണാൻ കഴിഞ്ഞ എന്താണെന്നറിയോ, ഗവൺമെൻറ് സ്കൂളിനെക്കാട്ടിയും അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതലായിട്ട് മാനേജ്മെൻറ്റ് സ്കൂൾ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ വിശാലമായിട്ടുള്ള കൺസെപ്റ്റാണ് നമ്മളിപ്പം ഇവിടെ സൗകര്യങ്ങൾ അവിടെ ഒരുക്കാൻ പോകുന്നത്. അപ്പോൾ അഡ്മിഷൻ പരിമിതമാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പിക്കുക.